പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗം ജീവനക്കാർക്ക് 5 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി. സ്ഥിരമായി വേതനം മുടങ്ങുന്നതും വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്തതും മൂലം ബുദ്ധിമുട്ടിലാണ് ജീവനക്കാർ. കഴിഞ്ഞ 5 മാസമായി ശമ്പളം ലഭിക്കാതെ വലയുകയാണ് കോന്നി മെഡിക്കൽ കോളേജിലെ സുരക്ഷാ വിഭാഗം ജീവനക്കാർ. തിരുവനന്തപുരം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് നൽകുന്ന വേതനം വിമുക്ത ഭടന്മാരുടെ സംഘടനയായ കെക്സോൺ വഴിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. 7 മാസത്തെ ശമ്പളം ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കാനുണ്ട്. എന്നാൽ ഇതിൽ 2 മാസത്തെ ശമ്പളം നിലവിൽ കെക്സോൺ ആണ് ജീവനക്കാർക്ക് നൽകിയത്. ദിവസവും 7 പേർ ഡ്യൂട്ടിയിലുണ്ടാകുന്ന കോന്നി മെഡിക്കൽ കോളേജിൽ ആകെ 21 സുരക്ഷാ ജീവനക്കാരാണുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം എക്സ് സർവീസ് ജീവനക്കാരാണ് സെക്യൂരിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. കെക്സോണിൻ്റെ ചുമതലയിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റുമായും ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സ്ഥിരമായി വേതനം മുടങ്ങുന്നത് ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നും പരിഹാരമുണ്ടാകണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമായാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്നും ജീവനക്കാർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.